ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ചീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചക്ക കൊണ്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതായത് ചക്ക വരട്ടിയത് ചേർത്ത് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം പലരും ഉണ്ടാക്കിയിട്ടുണ്ടാവുക, ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടാവുക. അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ തവണത്തെ ചക്ക കഴിഞ്ഞെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് ചക്കയും കൂടെ കിട്ടിയപ്പോൾ പായസവും ചക്ക ഉണ്ണിയപ്പം മാത്രം ഇത്തവണ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനിയുള്ള ചക്ക കൊണ്ട് അത് രണ്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ചെടുത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കി, ബാക്കി ചക്ക വരട്ടിയത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് പായസം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് ചക്കയൊക്കെ വരട്ടി വെച്ചിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാം നമുക്ക് ചക്ക വരട്ടിയത്. അതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ അടിച്ചിട്ട് മിക്സിയിൽ അടിക്കുക. അതിന് ശേഷം കുറച്ച് നെയ്യും ശർക്കരപ്പാനിയും കൂടെ ഇങ്ങനെ വരട്ടിയെടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട്. ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം കുതിർത്തിയെടുക്കണം. അതിലേക്ക് നമുക്ക് ശർക്കരപ്പാനിയും ചക്ക വരട്ടിയതും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ അതിൽ സോഡ പൗഡർ അങ്ങനെയൊന്നും ചേർക്കാറില്ല. ആ സമയം കൊണ്ട് തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും വെള്ളവും കൂടെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യിൽ വറുത്തിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ അത് ഒരുവിധം അരഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ചക്ക വരട്ടിയത് ചേർത്ത് കൊടുക്കണം. കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ അധികം ആവാത്തത് കൊണ്ടാണ് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ചേർത്തു ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂറിന് ശേഷം ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങാം. നമ്മൾ വൈകിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ അരച്ച് വയ്ക്കുകയാണ് നല്ലത് കേട്ടോ. അത്രയും സമയം ഇരിക്കുമ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതിൽ വേറെ പഴമോ അതുപോലെ തന്നെ വേറെ ഒന്നും സോഡ പൗഡർ അങ്ങനത്തെ ഒന്നും ഞാൻ ചേർക്കാറില്ല. മൈദയൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് നല്ല നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പക്കാര വെച്ചിട്ടുണ്ട്. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ അല്ല, കല്ലിൻ്റെ അപ്പക്കാരയാണ് ഉപയോഗിക്കാറ് കേട്ടോ. ഉണ്ണിയപ്പച്ചട്ടിയാണ്, അതുകൊണ്ട് തന്നെ അധികം വലുപ്പമില്ല. എൻ്റെ അപ്പം കുഞ്ഞു കുഞ്ഞു ഉണ്ണിയപ്പം പോലെയാണ് ഉണ്ടാക്കിയെടുക്കാറ്. അതിൽ നമ്മളെപ്പോഴും നിറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. തിളച്ച് വന്ന സമയത്ത് ഇനി നമ്മൾ ഇതിൻ്റെ ഒരു 3/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ അപ്പം നല്ലോണം പൊന്തി വരും. നിറച്ച് ഒഴിക്കരുത്. അപ്പോൾ അത് അതിലേക്ക് ഒരു 3/4 ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് മറിച്ചിടാൻ പറ്റും. നമ്മുടെ അപ്പക്കാരയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യും. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ തടവി ഒരു ദിവസം വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി ഉപയോഗിക്കുന്ന സമയത്ത്. അപ്പോൾ അപ്പക്കാരയിൽ നിന്ന് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. പലർക്കും വരുന്നൊരു പ്രശ്നമാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ അപ്പമൊക്കെ പൊന്തി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാം. ഈ ചക്കയുടെ നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. ചക്ക വരട്ടിയത് നമ്മളൊരു 2-2.5 സ്പൂൺ അതിലേക്ക് ചേർത്താൽ മതി കേട്ടോ. ഒരു ഗ്ലാസ് ആയിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാത് സീസണിൽ നമുക്ക് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ചക്ക വരട്ടിയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.